ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ന്യൂ എഡിസൺ ടെക്കിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങൾ അമൽ ബാബു. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് പറഞ്ഞാൽ ഈ സ്കേറ്റിംഗ് സ്കൂട്ടർ കണ്ടോ. മുമ്പൊരു വീഡിയോ നമ്മൾ ആദ്യത്തെ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയങ്ങളിൽ ചെയ്തൊരു സ്കൂട്ടറാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ചെയ്ത സംഭവമാണ്. ഏറ്റവും ചിലവ് ചുരുക്കി ഒരു 350 രൂപയോളം മാത്രമേ എനിക്ക് ചിലവ് വന്നൊരു സ്കേറ്റിംഗ് സ്കൂട്ടറാണ്. ഒരു സൈക്കിൾ, സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ, കൊച്ചു കുട്ടികളുടെ സൈക്കിൾ ആക്രിക്കടയിൽ പോയി എടുത്തിട്ട് വന്നു. 250-300 രൂപയ്ക്കകത്താണ് എനിക്ക് ചിലവ് വന്നുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പൈപ്പ് എൻ്റെ വണ്ടിയുടെ ഷോക്ക് അബ്സർ, ഫ്രണ്ട് ഷോക്ക് അബ്സറിൻ്റെ പൈപ്പാണ്. അതെടുത്ത് ഞാൻ മാറിയപ്പം അതും എടുത്തൊരു ഹാൻഡിലിൻ്റെ ഭാഗമാക്കി മാറ്റി. ഇതാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കേബിൾ, ബ്രേക്കിൻ്റെ കേബിളാണ് കേട്ടോ, ബ്രേക്ക് കേബിൾ. അത് ഞാൻ ഓട്ടോ മെക്കാനിക്, ഓട്ടോ സർവീസിന് വർക്ക്ഷോപ്പിൽ പോയി എടുത്തുകൊണ്ട് വന്ന കേബിളാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് വലിയ ചിലവൊന്നുമില്ല. എല്ലാവരും 350 രൂപയുടെ മാത്രമേ ചിലവ് വന്നിട്ടുള്ളൂ. ഞാൻ ഇതിനെക്കാട്ടി പവർഫുൾ ആയിട്ടുള്ളൊരു സ്കേറ്റിംഗ് സ്കൂട്ടർ നിർമ്മിക്കാൻ പോവുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ധന വില വളരെ കൂടിക്കൊണ്ടിരിക്കും. ഇതിനും പ്രതി കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ സെഞ്ചുറി 100 എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉടനെ തന്നെ 100 ആവും. എന്തായാലും ഇപ്പോൾ തന്നെ 94-95 ഇപ്പോൾ ആയിട്ടുണ്ട്. എല്ലാവരും 100 രൂപ പവിൽ പോയി 100 രൂപ കൊടുത്ത് എണ്ണ അടിക്കുന്നു എന്ന കണക്ക് മാത്രമേ. എത്ര ലിറ്റർ എണ്ണ കിട്ടുന്ന ആരും ചിന്തയൊന്നും ഇപ്പോൾ ആർക്കും വലുതായിട്ടില്ല. ഇതിനൊക്കെ സ്കേറ്റിംഗ് സ്കൂട്ടർ നിർമ്മിച്ചിട്ട് അതൊരു ഇലക്ട്രിക് സ്കൂട്ടറാക്കാൻ, ബാറ്ററിയും മോട്ടറും അറിയാമല്ലോ, അത്യാവശ്യം എല്ലാവർക്കും അറിയുന്നത്. ഇതിനകത്ത് ഉപയോഗിക്കുന്ന മോട്ടറിന് നല്ല വിലയാണ്. ഒരു 3500, 4000 തൊട്ട് 6000-8000 രൂപ വരെ പ്രൈസ് വരുന്ന മോട്ടർ കിട്ടും. പക്ഷേ അതിൻ്റെ പെർഫോമൻസ് എത്ര ഉണ്ടെന്ന് നമുക്ക് ഉപയോഗിച്ച് നോക്കിയാൽ അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററിയും പെട്ടെന്ന് പെട്ടെന്ന് ചാർജ് ഇറങ്ങിപ്പോകും. അത് നമ്മൾ മോട്ടർ ഉപയോഗിച്ചാൽ. അതുകൊണ്ട് നമുക്ക് വിചാരിച്ച ഇപ്പം അങ്ങേറ്റം പോയി കഴിഞ്ഞാൽ ചിലപ്പം 30 കിട്ടും തോന്നുന്നില്ല കേട്ടോ. 25 കിലോമീറ്ററിനകത്ത് അകത്തേ കിട്ടത്തുള്ളൂ. അത് തേരിയൊക്കെ എന്തുമാത്രം തേരി വലിച്ച് കയറ്റുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഇങ്ങനെയുള്ള സ്കൂട്ടർ ആണെങ്കിൽ പിന്നെ തെളിയെങ്കിലും കൊണ്ടുവരാൻ പറ്റും. മറ്റേ ചവിട്ടി കൊണ്ടുവരല്ലേ. ഓക്കെ, ഞാൻ ചെയ്യാൻ പോകുന്ന സ്കേറ്റിംഗ് സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചിലവ് ചുരുക്കി പെർഫോമൻസിനകത്ത് ഏത് തേരിയാൽ പോലും വലിഞ്ഞു കയറുന്ന രീതിയിലുള്ള പ്രത്യേകതരം ഗിയറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേകതര സ്കേറ്റിംഗ് സ്കൂട്ടറാണ് നിർമ്മിക്കാൻ പോകുന്നത് കേട്ടോ. അത് ഉടനെ തന്നെ ഒരു 2 ആഴ്ചയ്ക്ക് ഉള്ളിൽ ഞാൻ പണി തുടങ്ങും. അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നതായിരിക്കും. നമ്മൾ യൂട്യൂബിൽ തന്നെ, നമ്മുടെ ചാനലിൽ തന്നെ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഏറ്റവും ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന കിലോമീറ്ററാണ്. ഒരു 120-110 കിലോമീറ്റർ മാക്സിമം കിട്ടുന്ന രീതിയിലായിരിക്കും ഞാൻ ഡിസൈൻ ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ മണിക്കൂർ ഏറ്റവും കുറഞ്ഞൊരു 45-50-60 കിലോമീറ്റർ വരെ വേഗതയിൽ നമ്മൾ ഈ വാഹനം കൈവരിക്കുന്ന ഒരു പ്രതീക്ഷ എനിക്കുണ്ട് കേട്ടോ. ഞാൻ കുറേ ദിവസം കൊണ്ട് അതിൻ്റെ പിറകിലായിരുന്നു. പക്ഷേ ഇടയ്ക്കിട്ട് എനിക്ക് നിർത്തി വെക്കേണ്ട വന്നു. നമ്മൾ ഇടയ്ക്കിട്ട് ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് വീഡിയോയും ചെയ്യുന്നില്ല. ഇടയ്ക്കിട്ട് നമ്മൾ യൂട്യൂബ് അത്യാവശ്യം റീച്ചാക്കി എടുക്കാൻ വേണ്ടി ഒരു അലത്തൂലത്ത് പണിയൊക്കെ അത് അത്യാവശ്യം വീഡിയോ കിട്ടുന്നുണ്ട്. അതെന്താണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് അറിയാൻ പറ്റും. ഓക്കെ, അതൊക്കെ വിട്ടേരെ. എന്തായാലും ഇനി ഞങ്ങൾ അടിപൊളി നല്ല വീഡിയോ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇങ്ങനെയുള്ള സ്കേറ്റിംഗ് സ്കൂട്ടർ നിർമ്മിക്കുമ്പോഴേ, ഇങ്ങനെയുള്ള സ്കേറ്റിംഗ് സ്കൂട്ടർ ഇപ്പോൾ നിർമ്മിക്കുക, അടുത്തൊരു ബൈക്ക് നിർമ്മിക്കുക, അങ്ങനെയാണ് നമ്മളെ ഉദ്ദേശം കേട്ടോ. ഉദ്ദേശമാണ് അത്, ഉദ്ദേശമല്ല, സ്വപ്നമല്ല, നമ്മൾ യാഥാർത്ഥ്യമാക്കും. എനിക്ക് ആ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി എനിക്ക് ഒരുപാട് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരുപാട് സംശയങ്ങളുണ്ട്. അത് തീർക്കാൻ വേണ്ടി ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നുണ്ട്. നമ്മൾ വാട്സപ്പിന് നല്ലൊരു പേരാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആ പേര് നിങ്ങൾ ജോയിൻ ചെയ്തതിനു ശേഷം കണ്ടാൽ മതി. ഞാൻ ഇപ്പം പറയുന്നില്ല. അതിൻ്റെ ലിങ്ക് ഞാൻ തൊട്ട് താഴെ ഇടുന്ന കേട്ടോ, നമ്മുടെ ഗ്രൂപ്പിൻ്റെ. ഗ്രൂപ്പ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കണ്ടെത്തലുകൾ, നമ്മുടെ ഭാവിയിലേക്ക് മനുഷ്യന് വേണ്ടുള്ള കണ്ടെത്തലുകൾ മാത്രം നടത്താൻ പറ്റിയ ഗ്രൂപ്പാണ്. അല്ലാതെ വേറെ ഒന്നിനുള്ള ഗ്രൂപ്പല്ല, കച്ചവടം ഒന്നുമല്ല ഉദ്ദേശം. ഭാവിയിലേക്കുള്ള കണ്ടുപിടുത്തങ്ങൾ, മനുഷ്യന് ഉപകാരപ്രദമായ കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്ന ലക്ഷ്യത്തോടാണ് ആ ഗ്രൂപ്പ് തുടങ്ങുന്നത്. ഗ്രൂപ്പിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു, എനിക്ക് ഡൗട്ട് തീർക്കുന്നുണ്ട്. ഇലക്ട്രിക്കിൻ്റെ സ്കേറ്റിംഗ് സ്കൂട്ടർ നിർമ്മിക്കുമ്പോൾ എനിക്ക് എല്ലാം അറിയണമെന്നില്ല, കുറേ കാര്യങ്ങൾ എനിക്ക് അറിയാതാവും. എന്നാൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യ എന്ന രാജ്യം മറ്റ് അമേരിക്ക, ജപ്പാൻ, കൊറിയ അങ്ങനെയുള്ള മറ്റു രാജ്യങ്ങളൊക്കെ ഭയങ്കര ടെക്നോളജി കൊണ്ട് ഭയങ്കരമായിട്ട് ഡെവലപ്പായ രാജ്യങ്ങളാണ്. നമ്മൾ ഇന്ത്യ പക്ഷേ അത് ഇല്ല എന്നല്ല, എന്നാലും കുറവാണ്. നല്ല കഴിവുള്ള ആൾക്കാരുണ്ട്. ഉദാഹരണം നമ്മുടെ കേരളത്തിൽ നല്ല കഴിവുള്ള ആൾക്കാരുണ്ട്. കഴിവുള്ള ആൾക്കാരെ നമ്മൾ ഗ്രൂപ്പിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഈ നല്ല കഴിവുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ പക്ഷേ പുറം ലോകം ആരും അറിയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമായിട്ടോ പല കാരണത്താൽ അവർക്ക് മാറി നിൽക്കേണ്ടി വരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം വരുന്നത്. കൊണ്ടാണ് ആൾക്കാരൊന്നും ഇങ്ങനെ നല്ല കണ്ടുപിടുത്തം, നല്ല കഴിവുള്ള മനുഷ്യരുണ്ട്, ഒരുപാടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അവരേക്ക് ഈ ഗ്രൂപ്പിലോട്ട് കൊണ്ടുവരണം ഉദ്ദേശം. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഒരു അങ്ങേറ്റം പേർ 250 പേർക്ക് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്രയും ആൾക്കാർ വരുവാണെങ്കിൽ പിന്നെ പറയാം, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരു 24 അല്ലെങ്കിൽ ഒരു 48 മണിക്കൂറിനുള്ളിൽ ഞാൻ അവരെ വിളിക്കുന്നതായിരിക്കും കേട്ടോ. വിളിച്ചിട്ട് സംസാരിക്കും. ഞാൻ അല്ലെങ്കിൽ മറ്റൊരാൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ വിളിക്കുന്നതായിരിക്കും. വിളിച്ചു കഴിഞ്ഞാൽ അവരെ കഴിവ് എന്താണെന്നുള്ളത് നമ്മൾ സംസാരിച്ച് മനസ്സിലാക്കും.
മനസ്സിലാക്കുക മാത്രമല്ല ഞങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളും കോൾ റെക്കോർഡ് ചെയ്ത് വെക്കും. കോൾ റെക്കോർഡ് ചെയ്തിട്ട് അതേ നമ്മളെ ഗ്രൂപ്പിൽ പബ്ലിക് ആക്കുന്നതായിരിക്കും. അത് ചെയ്യുന്ന പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ആൾക്കാർ വരാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു നമ്മളെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടുത്തങ്ങളാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. നല്ല നല്ല കഴിവുള്ള ടാലൻ്റുള്ള ആൾക്കാരാണ് വേണ്ടത്. പിന്നെയെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇതിനൊക്കെ കഴിവ് കുറവായിരിക്കും, പക്ഷേ അവർ സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ നിൽക്കുന്ന ആൾക്കാർ കാണും. പക്ഷേ അവർക്ക് ഇതിനുള്ള കഴിവുകൾ വളരെ കുറവായിരിക്കും, പക്ഷേ അവർക്ക് സഹായിക്കാൻ നല്ല മനസ്സ് കാണും കേട്ടോ. ആ മനസ്സുള്ളവർ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നമ്മൾ കച്ചവടം ഒന്നുമല്ല ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു കഴിവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ, ഉദാഹരണം ഒരാൾക്കൊരു കഴിവുണ്ട്, നമ്മൾ ഗ്രൂപ്പിലെല്ലാം കൂടെ ഞാൻ പറഞ്ഞു ആദ്യം വാട്സപ്പ് ഗ്രൂപ്പ് നല്ല രീതിയിൽ ആക്റ്റീവ് ആയതിനു ശേഷം നമ്മൾ ടെലിഗ്രാമിൽ നിന്ന് ഗ്രൂപ്പ് ആക്റ്റീവ് ആക്കും. പിന്നെ ടെലിഗ്രാമിൽ നിന്ന് ഗ്രൂപ്പ് തുടങ്ങും. അതിനകത്ത് എല്ലാവരും കൂടെ ഒരു 10,000 3,500 പേര് വരുമെന്ന് വിചാരിച്ചോ. ഇങ്ങനെയുള്ള നല്ല നല്ല കഴിവുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും 150 100 രൂപ 50 രൂപ വെച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു സംഭവം നിർമ്മിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അയാൾക്ക് സാമ്പത്തികമായിട്ട് പിന്നോക്കമായിരിക്കും കേട്ടോ. അവർക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും പൈസ കൊടുത്തു കഴിഞ്ഞാൽ അയാളെ ആ കണ്ടുപിടിക്കുന്ന പ്രോഡക്റ്റ് നമുക്ക് മനുഷ്യന് ഉപകാരപ്രദമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് പൈസ കൊടുത്ത് അവരെ സഹായിക്കും. ആ പ്രോഡക്റ്റ് അവർ നിർമ്മിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാനൊന്നും പോകത്തില്ല. കാരണം എന്താ പറയുക, അയാൾ കണ്ടുപിടിച്ച അയാൾക്ക് പേറ്റൻറ്റ് കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ പേറ്റൻറ്റ് മേടിക്കണം. അത് ഒരു മനുഷ്യൻ്റെ അവകാശമാണ്. എന്ന് വെച്ചാൽ അവൻ കണ്ടുപിടിച്ച സംഭവം അവനാണ് അവകാശപ്പെട്ടത്. അയാളുടെ കഴിവ് നമ്മൾ സാമ്പത്തികമായിട്ട് സഹായിക്കും. അത് ഞാനല്ല, ആർക്കായാലും നമ്മൾ സഹായിക്കുന്ന ഒരു മനസ്സ് കൂടെ ഉണ്ടായിരിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഒരുപാട് ചിലവൊന്നും വേണം. ഒരു തുച്ഛമായ പൈസ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരാളുടെ കഴിവ്, അയാളുടെ ടാലൻറ്റിനെ നമുക്ക് മനസ്സിലാക്കുകയും അയാൾ ഉണ്ടാക്കുന്ന കൺസെപ്റ്റ് നമുക്ക് എല്ലാ മനുഷ്യർക്കും ഉപകാരപ്രദമാവുകയും വേണം കേട്ടോ. പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ ചില വാക്കുകൾ നഷ്ടപ്പെടും. എന്താ പറയുക, വാക്കുകൾക്ക് ഒരുപാട് പഞ്ഞം കിട്ടുന്നുണ്ട് കേട്ടോ. എന്താ പറഞ്ഞു വരണമെന്നും പറയാൻ വരുന്നു, പക്ഷേ വരുന്നില്ല. ഓക്കെ, അന്നേരം നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഞാൻ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു, കുറേ ദിവസം കൂടി വീഡിയോ ചെയ്യുന്നില്ല. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു ചേട്ടൻ നമ്മൾ ലോക്ക്ഡൗൺ സമയത്ത് ഗൾഫിൽ നിന്ന് തുടങ്ങുന്നതിന് മുമ്പാണ് ഒരു ലോണൊക്കെ എടുത്തിട്ട് ഒരു ബസ്സൊക്കെ എടുത്ത് വണ്ടി ഓടാൻ തീരുമാനിച്ചു. കാരണം ഇനി തിരിച്ച് ഗൾഫിലോട്ട് പോകുന്നില്ല എന്നൊക്കെ പ്ലാനിലായിരുന്നു. പക്ഷേ ലോക്ക്ഡൗൺ ചതിച്ചു. അങ്ങനെ വണ്ടി ഓടാതായി. ലോണൊക്കെ എടുത്താണെന്ന് അത് അത്യാവശ്യം കടവെല്ലാം കാര്യങ്ങളായി. അങ്ങനെ ആളുടെ പപ്പ അവിടെ ലോറി പോയി അത്യാവശ്യം ചിലവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കാൻ നേരത്തെ ആളുടെ പപ്പയ്ക്ക് ഒരു ചെറിയ ആക്സിഡൻറ്റ് കാലിന് പറ്റി. പിന്നെ ആ ജോലിക്ക് പോകാൻ പറ്റാതായി. പിന്നെ ആളിനാണ് ജോലിക്ക് പോയി അത്യാവശ്യം കുടുംബം നോക്കിക്കൊണ്ടിരുന്നത്. ഈ ഇടയ്ക്കായപ്പോൾ ആളിന് എന്തോ ശരീരവേദന അങ്ങനെ കാര്യങ്ങളൊക്കെ വന്നു. ഇരിക്കുന്നിടത്ത് ഇരുന്ന് ഉറങ്ങുന്നു. അതെന്താണ് ആണെന്ന് വിചാരിച്ചിട്ട് ഉറങ്ങലെന്ന് വിചാരിച്ചിട്ട് പോലും തന്നെ ഉറങ്ങിപ്പോവുക, എന്താ അറിയാൻ വയ്യ. അങ്ങനെ പല ബ്ലഡിൻ്റെ കൗണ്ട് കുറയുന്നു. അങ്ങനെ പല കാര്യങ്ങൾ വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം ഇവിടെ ഹോസ്പിറ്റലിലും കൊണ്ട് കാണിച്ചപ്പോൾ എന്തോ കണ്ടെത്തിയില്ല. അങ്ങനെ ഇവിടെ അത്യാവശ്യം ഫേമസ് ആയ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോൾ ടെസ്റ്റ് നടത്തിയപ്പോൾ 2 വൃക്കയ്ക്കും കംപ്ലൈൻറ്റ്. 2 വൃക്കകൾ ഒരു 95% വൃക്ക ഡാമേജ് ആയി. അതിനൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. ഇപ്പം അത് വൃക്ക മാറ്റി വെക്കുക എന്നൊരു ഓപ്ഷന് ഡോക്ടേഴ്സ് പറയുന്നുള്ളൂ. അത് പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലാണ് സഹായിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന കുറേ ദിവസം കൊണ്ട് അങ്ങനെ ആയിരുന്നു. പിന്നെ നമ്മൾ ഈ ഗ്രൂപ്പ് കൊണ്ട് ആ ഒരു ഉദ്ദേശമുണ്ട്. ഞാൻ അന്നേരമാണ് ഞാൻ മനസ്സിലാക്കിയത്, ഗ്രൂപ്പ് കൊണ്ട് അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട്. ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം നമുക്ക് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ നമ്മളെ ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്ന അവരെയും ഒന്ന് സഹായിക്കുക എന്ന ലക്ഷ്യമാണ് കേട്ടോ. ഇതിനകത്ത് സാമ്പത്തികമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ സ്വന്തം ആൾക്കാരുടെ കീശ നിറയ്ക്കുക എന്നല്ല, മറ്റൊരാളെ സഹായിക്കുക എന്നാണ്. അതിന് നമ്മൾ ഗ്രൂപ്പിൽ നല്ല നല്ല ടാലൻറ്റ്, നല്ല നല്ല കഴിവുള്ള മനുഷ്യർ, അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം കൊണ്ട് എഡ്യൂക്കേഷൻ കൊണ്ടൊക്കെ നല്ല രീതിയിൽ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടെത്തി ഗ്രൂപ്പ് അഡ്മിന്മാരാക്കുകയും അവരുമായിട്ടൊക്കെ സംസാരിച്ച് നമ്മൾ ഈ ഗ്രൂപ്പിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ സഹായിക്കാനുള്ളത്. 3000 പേരുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം ഒരു 100-150 രൂപ വെച്ച് നമ്മൾ ഒരാൾക്ക് കൊടുക്കുക. നമുക്ക് വലിയ നഷ്ടമില്ലല്ലോ. 150 രൂപ വെച്ച് കൊടുക്കുകയൊക്കെ ആണെങ്കിൽ പോലും നല്ലൊരു തുക അവർക്ക് വേണ്ടി നമുക്ക് കണ്ടെത്താൻ കഴിയും. ഓക്കെ, നമുക്ക് ഇതിനെക്കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഒരുപാട് സംസാരിച്ച് ചിലവാക്കുന്നില്ല. പിന്നെ സ്കേറ്റ് സ്കൂട്ടറിൻ്റെ കാര്യം, ഈ സ്കൂട്ടർ ഇതിനെക്കുറിച്ചുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ തൊട്ട് താഴെ ഇടാം. ഞാൻ ആദ്യമായിട്ട് നിർമ്മിച്ച അതിനെക്കുറിച്ചുള്ള ലിങ്ക് ഞാൻ തൊട്ട് താഴെ ഇടാം. അതുകൂടാതെ തന്നെ അടുത്തതിനെക്കുറിച്ചുള്ള വീഡിയോ, അടുത്ത പുതിയ സ്കേറ്റ് സ്കൂട്ടർ നിർമ്മിക്കുക അതിനുള്ള വീഡിയോ ഉടനെ. മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനെ കുറച്ച് ഗിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സ്കേറ്റ് സ്കൂട്ടർ നിർമ്മിക്കുന്നത് ആ ഗിയറിൻ്റെ ഡിസൈനൊക്കെ ചെയ്ത് ഞാൻ ലേത്തിൽ കൊടുത്തിട്ടുള്ളത്. അത് ചെയ്ത് കിട്ടിയാലേ ഇതിൻ്റെ ക്യാബിൻ, ഈ കാണുന്ന ബോഡി ക്യാബിൻ, ഈ കാണുന്ന ക്യാബിൻ ഇവിടാണ് എൻ്റെ മോട്ടോഴ്സും കാര്യങ്ങളെല്ലാം വരുന്നത്, ഇതിനകത്തായിരിക്കും. അത് ഡിസൈൻ ചെയ്ത് ഞാൻ കൊടുത്തിട്ടുള്ളത്. അത് കറക്റ്റായിട്ട് അതിൻ്റെ ഗിയറും കാര്യങ്ങളും കയ്യിൽ കിട്ടിയാലേ സ്കേറ്റ് സ്കൂട്ടറിൻ്റെ പണി തുടങ്ങാൻ പറ്റത്തുള്ളൂ. കാരണം വീഡിയോ ഒന്നും വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ കുറേ വീഡിയോ ചെയ്ത് ഇടണമെന്നൊക്കെ വിചാരിച്ച് നടന്നില്ല. ഓക്കെ, അന്നേരം
പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് നമുക്ക് എല്ലാവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് നമ്മൾ അവസാനം അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നതായിരിക്കും. അങ്ങനെ എനിക്കൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ചോദിക്കാൻ വേണ്ടി, എനിക്കല്ല എല്ലാവരുടെയും ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ചോദിക്കാൻ വേണ്ടിയാണ് ഗ്രൂപ്പ് തുടങ്ങുന്നത്. അന്നേരം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും. കാരണം ഞാൻ വന്നപ്പോൾ ഒരുപാട് ലൈറ്റ്, ഇപ്പം തന്നെ 6-6:30 ലൈറ്റ് ഒരുപാട് കുറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ക്വാളിറ്റി കുറവായിരിക്കും. അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും. ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുറന്നുള്ള വീഡിയോ പെട്ടെന്ന് ഇവിടുന്ന് കിട്ടാൻ വേണ്ടി തൊട്ടടുത്താണ് ബെല്ലൈക്കൺ അമർത്താൻ ഒട്ടും മറക്കണ്ട. അന്നേരം വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ തൊട്ട് താഴെ ഇടുന്നതായിരിക്കും കേട്ടോ. വാട്സപ്പിൻ്റെ ലിങ്ക് തൊട്ട് താഴെ ഇടുന്നതായിരിക്കും. താല്പര്യമുള്ള ആൾക്കാർ ജോയിൻ ചെയ്യുക കേട്ടോ. അന്നേരം വീഡിയോ ഇതിനെക്കാട്ട് നല്ലൊരു മികച്ചൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.